മെയ് 20 തിങ്കളാഴ്ച. യോഹന്നാൻ 19 അധ്യായം 25 മുതൽ 34 വരെ വാക്യങ്ങൾ. 2018 മാർച്ച് 3 ഫ്രാൻസിസ് മാർപ്പാപ്പ റോമൻ കലണ്ടറിൽ ഒരു പുതിയ തിരുനാൾ എഴുതി ചേർത്തു. പെന്തക്കോസ്ത ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള തിങ്കളാഴ്ച സഭാമാതാവായ വാഴ്ത്തപ്പെട്ട കന്യാമറിയം എന്ന പേരിൽ അത് ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തിരുവെഴുത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള ദൈവമാതാവിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശാന്തവും ഒളിഞ്ഞിരിക്കുന്നതുമായ ഒരു ജീവിതമാണ് പരിശുദ്ധ മറിയം നയിച്ചത്. അവളുടെ സ്വർഗാരോഹണം മുതൽ സഭ അവളുടെ ജീവിതത്തെയും രക്ഷയുടെ രഹസ്യത്തിലെ പങ്കിനെയും പ്രാർത്ഥനാപൂർവം ചിന്തിച്ചു. ക്രമേണ ഓരോ വിശുദ്ധരും പിന്നെ മാർപ്പാപ്പയും ദൈവപിതാവിൻ്റെ ശാശ്വത പദ്ധതിയിൽ മറിയത്തിൻ്റെ അതുല്യവും മഹത്വപൂർണമായ പങ്കിനെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശി. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയുടെ ധാരണകൾ ആഴത്തിൽ വളർന്നപ്പോൾ മറിയത്തിന് പുതിയ സ്ഥാനപ്പേരുകളും സിദ്ധാന്തങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെയാണ് 2018 ഒരു പുതിയ തിരുനാളായിട്ട് മാതാവിനെ സഭാമാതാവായ വാഴ്ത്തപ്പെട്ട കന്യാമറിയം എന്ന പദവി നൽകി ആദരിച്ചത്. സഭയുടെ മാതാവെന്ന നിലയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പങ്ക് മനസ്സിലാക്കാൻ നാം സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനോടൊപ്പം യേശുവിൻ്റെ അമ്മയും മറ്റ് 2 സ്ത്രീകളും അവൻ്റെ മുമ്പിൽ നിന്നതായി യോഹന്നാൻ്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നു. കുരിശിൽ കിടന്ന് യേശു തൻ്റെ അമ്മയെ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു. യോഹന്നാൻ 19 അധ്യായത്തിൽ പറയുന്നു, യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനെയും കണ്ടപ്പോൾ സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് തൻ്റെ അമ്മയോടും ഇതാ നിൻ്റെ അമ്മ എന്ന് തൻ്റെ ശിഷ്യനോടും പറഞ്ഞു. അന്നു മുതൽ യോഹന്നാൻ അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സഭയുടെ മാതാവ് എന്ന തലക്കെട്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജോൺ പോൾ 2 മാർപ്പാപ്പ അതിനെ ഇങ്ങനെയാണ് നിർവചിക്കുന്നത്. സഭയുടെ മാതാവ് എന്ന തലക്കെട്ട് ക്രിസ്ത്യൻ വിശ്വാസികളുടെ ആഴത്തിലുള്ള ബോധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. മറിയത്തിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാത്രമല്ല വിശ്വാസികളുടെയും അമ്മയെ കാണുന്നു. രക്ഷയുടെയും ജീവൻ്റെയും കൃപയുടെയും മാതാവായും രക്ഷിക്കപ്പെട്ടവരുടെയും ജീവിക്കുന്നവരുടെ മാതാവായും അംഗീകരിക്കപ്പെട്ടവളായതുകൊണ്ടാണ് സഭയുടെ മാതാവായി പ്രഖ്യാപിക്കപ്പെടുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ അമ്മയെ യോഹന്നാന് ഭരമേൽപ്പിച്ചതുവഴി സഭയാണ് ഭരമേൽപ്പിച്ചത്. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ച കൃപയുടെ പ്രവാഹത്താൽ സഭ വിഭാവനം ചെയ്യപ്പെട്ടു. പെന്തക്കോസ്ത ദിനത്തിൽ സഭ പിറവിയെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ സന്നിഹിതയായിരുന്നു. ഇന്ന് സഭയുടെ മാതാവ് തൻ്റെ മകൻ്റെ അടുത്ത് സ്വർഗത്തിൽ വാഴുന്നു. അവിടെ നിന്ന് അവൾ സ്നേഹനിധിയായ അമ്മയായി സഭയെ പരിപോഷിപ്പിക്കുന്നത് തുടരുന്നു. അവൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക മാത്രമല്ല, തൻ്റെ പുത്രൻ്റെ കൃപയ്ക്ക്
മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. അവളുടെ കൃപയുടെ നിരന്തരമായ ഉപകരണവും എല്ലാവരുടെയും അമ്മയും ആക്കുന്നു. സഭാമാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ ആദരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗമായിരിക്കുന്നിടത്തോളം അവൾ നിങ്ങളുടെ ആത്മീയ അമ്മയാണെന്ന് ഓർക്കുക. തലയ്ക്ക് ജന്മം നൽകുന്നതിലൂടെ അവൾ അംഗങ്ങൾക്കും ജന്മം നൽകുന്നു. ആ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ആത്മീയ പോഷണം തേടേണ്ടത് അത്യാവശ്യമാണ്. അവൾ നമ്മുടെ അമ്മയും രാജ്ഞിയുമാണ്. അവളിൽ നിന്നാണ് നമ്മൾ ദൈവകൃപയിൽ ജനിച്ചത്. അവൾ തിരഞ്ഞെടുത്ത ഉപകരണവും കൃപയുടെ മധ്യസ്ഥയുമാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിലും കൃപയിലും ആശ്രയിച്ച് നമ്മെ തന്നെ അവളുടെ പരിചരണത്തിൽ ഭരമേൽപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കോത്തഗിരി.